Assalamu alaikum, namaste, namaskaram. Welcome to another episode of Vibe with Dr. Apu. ഇന്നത്തെ പോഡ്കാസ്റ്റ് സെഷനിലെ ഗസ്റ്റ്, oh my god, I am very excited to introduce him to all of you because a huge profile, very humble, simple ആയിട്ട് പറയുകയാണെങ്കിൽ trained in karate, national level hockey player, trained in yoga, trained in Muay Thai, and also imparting this martial art to so many young students across the capital city in Abu Dhabi. അപ്പോൾ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹിസ് നെയിം ടു ഓൾ ഓഫ് യു. ഇറ്റ് ഈസ് നൺ അതർ ദാൻ കോച്ച് മുഹമ്മദ് റാഷിദ്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് കോച്ച്. Thank you so much. ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഓക്കെ, നൗ വൈ ദിസ് പ്രൊഫഷൻ, ഹൗ ഇൻ ടു ദിസ്? ആക്ച്വലി കരാട്ടെ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്നുള്ളത് എൻ്റെ ഒരു ഫീൽഡ് അല്ലായിരുന്നു. ആക്ച്വലി ഞാൻ സ്പോർട്സ് ഹോക്കി പ്ലെയർ ആയിരുന്നു. നാഷണൽ ലെവൽ ഇവൻ ഞാനൊരു എൻ്റെ 10th ഗ്രേഡ് മുതൽ ഹോക്കിയിലുണ്ടായിരുന്നു. ഈവൻ ഞാൻ ഗ്രേഡ് 5 മുതൽ കരാട്ടെ എനിക്ക് ബോക്സിംഗ് ഒരു ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട്. പുള്ളി അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചൊന്ന് പൊലിപ്പിച്ച് പറയാം. നാഷണൽ ലെവൽ ഹോക്കി പ്ലെയർ ഗൈസ് പറയുന്ന കേട്ട്, അതായത് ഇപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷൻ അറിയാലോ, ഏകദേശം 1.2 ബില്യൺ. അതില് ഒരു സൗത്ത് ഇന്ത്യൻ ആയ മലയാളി നാഷണൽ ടീമിൽ ഉണ്ടായിരുന്നു. അഭിമാനമാണ്. കണ്ടിന്യൂ. അപ്പം മാർഷൽ ആർട്സ് പഠിച്ചു വരുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഞാൻ ഭയങ്കര ഫാറ്റ് തടിച്ച ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ നല്ല തടിയുള്ള ഒരാളായിരുന്നു. കരാട്ടെ എന്നുള്ള സംഗതി, എനിക്ക് വെയിറ്റ് ലോസ് എന്നുള്ള സംഗതി മാത്രമേ ഉണ്ടായിരുന്നു അതിന് മുമ്പിൽ. കരാട്ടെ പഠിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ കരാട്ടെ പഠിക്കണം തോന്നാൻ കാരണം വേറെ ഒന്നുമില്ല. വെച്ചാല് ഞങ്ങളെ ഇൻസ്പയർഡ് മീൻസ് ഞങ്ങളെ ഇപ്പോൾ കരാട്ടെ എന്നുള്ളത് ഒരു മാർഷൽ ആർട്സ്, കരാട്ടെ എന്നുള്ളത് തന്നെ 2 തരമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഇപ്പം പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ കരാട്ടെ പഠിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു ഓക്കെ സംതിങ്, പിന്നെ നമ്മൾ ഒരാൾ വന്നാൽ നമുക്ക് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സംതിങ്, അങ്ങനെ ഒരു വിചാരം. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ്ലി ഫിറ്റ് ആയിരിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൂടെ എൻ്റെ വീട് കുറച്ചൊരു മറ്റേ അങ്ങാടിയിലാണ് ഒരു കരാട്ടെ ക്ലബ്ബ് ഉണ്ടായിരുന്നത്. അതിന്റെ ഉപ്പാക്ക് ഒരു കടയുണ്ട്. കോഴിക്കോടാണ്. എന്റെ ഭാഷ ചിലപ്പം കോഴിക്കോട് ഭാഷകൾ വരും, നാച്ചുറലാണ് അത് വരുന്നത്. അപ്പം ഞാൻ ഡെയിലി വാക്ക് ചെയ്യുന്ന നമ്മൾ നടന്നു പോകുന്ന വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ക്ലബ്ബ് ഉള്ളത്. അപ്പം അന്നൊരു വീടിന്റെ മുറ്റത്ത് വെച്ചാണ് കരാട്ടെ പഠിപ്പിക്കുന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ ഞങ്ങൾ ഇതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഓക്കെ നമുക്ക് കേൾക്കാൻ പറ്റും സൗണ്ട്. ഇത് കരാട്ടെ പഠിപ്പിക്കുന്ന നമ്മൾ കരാട്ടെ പഠിക്കുന്ന നല്ല ഷൗട്ടിങ് സൗണ്ട് ഉണ്ടാവും, മൂവ്മെന്റ് സൗണ്ട് ആയിട്ട് നമുക്കൊരു എങ്ങനെയാണ് ഇതെന്ത് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നമുക്ക് എങ്ങനെയാണെങ്കിലും. അപ്പൊ ഒരിക്കലും ഞാൻ ഉപ്പാടത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കരാട്ടെ പഠിക്കണം, എങ്ങനെയുണ്ട്. അപ്പൊ പറഞ്ഞു ഓക്കെ പോയിക്കോ, കുഴപ്പമില്ല. നമ്മളെ മാഷയുടെ ഉപ്പാരും ബന്ധമുണ്ട്. പുള്ളിയോ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരെങ്കിലും ആരും ഒരു ഫീൽഡായിട്ട് യാതൊരു ബന്ധവുമില്ല. ആർക്കും യാതൊരു ബന്ധവുമില്ല. ഇല്ല കാരണം എന്താ വെച്ചാല് എന്നാ എനിക്കറിയില്ല. ഉപ്പ മാർഷൽ ആർട്സ് വെച്ചാൽ ഉപ്പ കളരിയിലുണ്ടായിരുന്നു. കളരി ആൻഡ് ബോഡി ബിൽഡർ ആയിരുന്നു ഉപ്പാന്റെ ചെറുപ്പം. ഈവൻ എന്റെ ഒരു ഏജിലൊക്കെ 25-28 കുറച്ച് യൂണീക് കോമ്പിനേഷൻ ആണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് ഞാൻ പുള്ളി അപ്പോഴത്തേക്കും ഒരു ബിസിനസ് കച്ചവടം എന്നുള്ളതിലോട്ട് മാറിയിട്ടുണ്ട്. ഇതൊന്നും ഒരു സംഗതിയായിട്ട് വന്നിട്ടില്ല.
അങ്ങനെയാണ് ഇപ്പം അങ്ങനെ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് മാർഷൽ ആർട്സ് എന്തെങ്കിലും പഠിക്കണം, ഇങ്ങനെ കരാട്ടെ ഉണ്ട് അവിടെ നടക്കുന്നത് പറഞ്ഞു. ഓക്കെ ജോയിൻ ചെയ്തു പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മാസ്റ്റർ ആയിട്ട് റഷീദ് വീട്ടി, ക്യോഷി റഷീദ് വീട്ടി മാസ്റ്റർ കാണുന്നതും മാഷിൽ കണ്ടപ്പോൾ കരാട്ടോട് പോവാ. ലൈഫ് ചേഞ്ചിങ് ടീച്ചർ അല്ലേ? ഓഫ് കോഴ്സ്, തീർച്ചയായും. നമ്മളിപ്പോ എന്റെ ലൈഫിൽ ഇപ്പൊ ഈവൻ റൈറ്റ് നൗ ഓൾസോ സം ഡിസിഷൻ എടുക്കുമ്പോഴും എനിക്ക് ആദ്യം ചോദിക്കുന്നത് ഞാൻ ഇപ്പോഴും എന്റെ മാഷോടാണ്. കാരണം നമുക്കറിയാം നമുക്കൊരു നമ്മളെവിടെ സ്റ്റെക്ക് ആവില്ല. ഒരു സമയത്ത് നമുക്ക് എന്ത് സൊല്യൂഷൻസും മാഷോട് ചോദിക്കാൻ പറ്റും, അതിന് ആൻസർ ഞങ്ങൾക്ക് ഉണ്ടാവും. ലൈഫിൽ ഏത് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ സീരിയസ്ലി ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ. ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം ഏത് ഏജ് സ്കൂളിലായിരുന്നു? ഞാൻ ഗ്രേഡ് 5 ഗ്രേഡ് 5 ഞാൻ ശരിക്കും കരാട്ടെ സ്റ്റാർട്ട് ചെയ്തതും അവിടെ ഒരു ചിലപ്പോൾ മുറ്റത്ത് വെച്ചാണ് കരാട്ടെ ട്രെയിൻ ചെയ്യുന്നത്. അന്ന് ക്ലബ്ബുകളൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. എനിക്ക് തോന്നുന്നു അന്ന് കരാട്ടെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഒരു മറ വെച്ചൊരു സംഭവം, അവിടെ ആളുകൾ പഠിക്കുന്നു. എനിക്ക് തോന്നുന്നത് മാഷുമാരുടെ ഒരു ഇൻട്രസ്റ്റിൽ അവര് ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിപ്പിക്കും. അങ്ങനെയാണ് ഒരുപാട് ചാലഞ്ചസ് ഒക്കെ നേരിട്ട് ഇത് എന്താന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നാട്ടിലെ ആൾക്കാർക്ക് അറിയണ്ടാവും. പിന്നെ തുടങ്ങി അതിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും ഈ ഒരു കരാട്ടെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ട്? ഞാൻ ഏറ്റവും വലിയ നോർമലി കരാട്ടെ ട്രഡീഷണൽ ഫുൾ കോണ്ടാക്ട് കരാട്ടെ മാത്രം പഠിപ്പിക്കായിരുന്നു. പക്ഷെ ഞങ്ങളെ മാഷസിൽ ഞങ്ങൾ ചെന്നപ്പോൾ ലക്ക് എന്ന് പറഞ്ഞാൽ കരാട്ടെ, കിക്ക് ബോക്സിംഗ്, മൊയ് തായ് ഇതെല്ലാം ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാഷിടുന്നതാണ്. ഞങ്ങൾ ഒരു മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറയാം. നമുക്കിപ്പം നോർമലി ഇപ്പോൾ ഒരു കരാട്ടെ പഠിച്ച ഒരാൾക്ക് ഒരു കിക്ക് ബോക്സിംഗ്, ഒരു മൊയ് തായ് പഠിക്കണമെങ്കിൽ ദേ വിൽ ഫിനിഷ് ഗോ അതർ സെന്റർ, വേറെ സെന്ററിൽ പോയി പഠിക്കുക ചെയ്യുന്നത്. അപ്പം അവർക്ക് ഇപ്പൊ കിക്ക് ബോക്സിംഗ് ആണെങ്കിൽ വേറെ സെന്ററിലോട്ട്. നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം ഞങ്ങളെ മാഷ് ഇതെല്ലാം അറിയുന്ന ഒരു മാഷായിരുന്നു. അപ്പോൾ ഇവൻ ഞാൻ കരാട്ടെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കിക്ക് ബോക്സിംഗ് ആണെങ്കിലും മൊയ് തായ് ആണെങ്കിലും ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. സോ സ്റ്റഡീസും ഈ മാർഷൽ ആർട്സും സൈഡ് ബൈ സൈഡ് ആയിട്ട് കൊണ്ടുപോയി. അപ്പൊ ഹോക്കി വിട്ടോ? ഇല്ല, ഹോക്കി വരുന്നത് എന്റെ ലൈഫിലോട്ട്. കാരണം ഞാൻ ഗ്രേഡ് 5 കരാട്ടെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ 6 7 ഗ്രേഡ് കരാട്ടെ ഫോക്കസ് ചെയ്തു. പക്ഷെ 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞാൻ ഒരു വർഷത്തോളം ഞാൻ സ്റ്റോപ്പ് ചെയ്തു കരാട്ടെ. എനിക്ക് എന്തോ അറിയില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ 9th വീണ്ടും റീജോയിൻ ചെയ്തു കരാട്ടിലോട്ട്. കാരണം എന്റെ മാഷ് കാണുമ്പോൾ ഓർമ്മ കാണുമ്പോൾ ഞങ്ങൾ മാഷ് കാണുമ്പോൾ അല്ലെ വിളിച്ചും പാത്തും ഓടും. കാരണം വരുന്നില്ലെന്ന് ചോദിക്കുന്നോണ്ട് ഞങ്ങൾ ഓടും. പേടിയാണ് ഇപ്പോഴും. ഈവൻ റൈറ്റ് നൗ ഓൾസോ ഈവൻ കോൾ വരുമ്പോൾ നമുക്ക് ആ റെസ്പെക്ട് നമ്മൾ പറയുന്നത് അതുപോലെയാണ്. അപ്പം ഞാൻ 9th 8th പിന്നെ കരാട്ടെ റീജോയിൻ ചെയ്യുന്നത്. എന്റെ ഹോക്കി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രേഡ് 9 ഞാൻ സ്കൂളിൽ 9th പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി ഫിറോസ്. അപ്പൊ ഫിറോസ് എന്റെ കൂടെ പഠിച്ചാണ്. അപ്പം അവനൊന്ന് ഹോക്കിയിലുണ്ട്. അപ്പൊ എനിക്ക് ഹോക്കി എന്താണെന്നൊന്നും അറിയില്ല എനിക്ക്. അപ്പം അവൻ പറഞ്ഞു നാഷണൽ ഗെയിം ആണ് മാത്രം അതറിയാം, കാരണം നാഷണൽ ഗെയിംസ് ആണെന്നുള്ള പഠിക്കുമ്പോൾ നമുക്കറിയാം നാഷണൽ ഗെയിംസ് ആണെന്നും ഈ പിന്നെ ഫുട്ബോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക്. ഫുട്ബോൾ നോർമലി ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നത് ധ്യാൻ ചന്ദിന്റെ ഒക്കെ സ്റ്റോറി ആകെപ്പാടെ ബുക്സിലല്ലേ ഉള്ളൂ. ഈ ധ്യാൻ ചന്ദ് എന്താന്ന് പോലും ഞാൻ അറിയുന്നത് ആഫ്റ്റർ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ, ഹോക്കിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഹോക്കി ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്, ഹിസ്റ്ററി ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. Do you think സ്കൂളിൽ നിന്നും സ്പോർട്സ് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ, or you were self inspired by it? സ്കൂളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട്. Okay. കാരണം എന്റെ ഹോക്കി ലൈഫ് സ്റ്റാർട്ടിങ് ഹോക്കിയിലോട്ട് ചെന്ന സമയത്ത് തന്നെ എന്റെ കോച്ച് സെപ്പു എന്നാ പേര്, ഞങ്ങൾ വിളിക്കാം സെപ്പുക്കാന്ന് വിളിക്കാം. മലയാളിയാണ്. സെപ്പുക്ക എന്നാ വിളിക്കാം പുള്ളി. അപ്പം പുള്ളി കണ്ട് ഞാൻ പുള്ളിയെ പോയി നേരെ സംസാരിച്ച് എനിക്ക് ഹോക്കിയിലോട്ട് വരുന്നു. പുള്ളിനെ നോക്കിയാണ് ഇവൻ ഹോക്കി കളിച്ചാന്നുള്ള സാധനം നോക്കി തന്നെ. അപ്പം പുള്ളി ഒരു നോട്ടിട്ട് പറഞ്ഞു ഓക്കെ കം ടുമോറോ കെൻ കം. എനിക്ക് റീസൺ ഇല്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് തടിയുള്ള ആളായിരുന്നു, തടി ഉണ്ടായിരുന്നു. പക്ഷെ ഫിസിക്കലി ഞാൻ ഫിറ്റ് ആയിരുന്നു. ഇവൻ ചില ആളുകൾ ഉണ്ടോ നമ്മൾ തടിയിലാക്കി പറ്റുമോ എന്നുള്ള ചിന്താഗതി തോന്നുമായിരിക്കും, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ എന്റെ കോച്ചിനെ നോക്കി എന്നെ പറഞ്ഞു ഓക്കെ കം നാളെ വന്നോന്ന് പറഞ്ഞു. എന്നോട് നീ വരണ്ട എനിക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞു നാളെ വാ, നാളെ ട്രെയിൻ ചെയ്യും, നാളെ ക്യാമ്പ് ഉണ്ടാവും, ക്യാമ്പിലോട്ട് പോകാൻ. നെക്സ്റ്റ് ഡേ ഞാൻ എന്താക്കി എന്റെ ഷൂവും ഡ്രസ്സും ടീഷർട്ടെല്ലാം എടുത്തിട്ട് ഹോക്കി ക്യാമ്പിലോട്ട് ജോയിൻ ചെയ്തു. അപ്പം ജോയിൻ ചെയ്തപ്പോൾ ഫിസിക്കലി ഞാൻ ഈ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സ്റ്റാമിന ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ട ഫിസിക്കലി തടിയുള്ള ഒരാള് ഇദ്ദേഹത്തിന് നടക്കിൽ ഒരു 10 മീറ്റർ ഒരു 100 മീറ്റർ ഓടാൻ പറ്റില്ല എന്നുള്ള. പക്ഷെ ഞാൻ വളരെ സ്പ്രിന്റായി റൺ ചെയ്യും, വളരെ സ്പീഡിൽ എനിക്ക് റൺ ചെയ്യാൻ പറ്റും. അന്ന് എന്നോട് പല ആളുകളും പറയും നോക്കടാ അവൻ ഓടുന്നു നോക്കടാ എന്ന് ഇങ്ങനെ ഫ്രണ്ട്സ് പറയും ഇത്ര തടി ഉണ്ടായിട്ട് ഇത്ര സ്പ്രിന്റിൽ ഓടുന്നത് എന്താണെന്നല്ലേ അത് ചോദിക്കാം. അപ്പം ഫിസിക്കലി ഫിറ്റ് എന്നെ കണ്ടപ്പോൾ പുള്ളി ആകെ ഇവൻ ആള് കൊള്ളാലോ എന്നുള്ള ചിന്താഗതി പുള്ളിക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാനന്ന് ഹോക്കിയിലെ ബാക്കാണ്, സെന്റർ റൈറ്റ് ലെഫ്റ്റ് ഉണ്ട് ഹോക്കിയിൽ. ഞാൻ ബാക്ക് കളിക്കുന്ന പ്ലെയർ ആണ്. പക്ഷെ ഞാൻ ഹോക്കിയിൽ ഞാൻ കൂടുതലും മുന്നോട്ട് പോയത് ഗോൾ കീപ്പർ ആയിട്ടാണ്. ഞാൻ ഹോക്കി ഗോൾ കീപ്പറാണ്. അതായത് ഒരു സംഭവിച്ചാൽ എന്റെ അന്നത്തെ ടീമിന്റെ കീപ്പർ ശ്രീജേഷ് ബ്രൂനെ അറിയാം. ഞങ്ങൾക്ക് അറിയാം, കാരണം ശ്രീജേഷ് അന്ന് ജീവിരാജ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അപ്പോഴേക്കും പുള്ളി ഇന്ത്യൻ ടീമിലുണ്ട്.
കയറി കഴിഞ്ഞു. കയറിയിട്ടുണ്ട്. പുള്ളിയുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ അറിയുന്നു. അഭിമാനല്ലേ? തീർച്ചയായും ഒളിമ്പിക്സിൽ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഹാവിംഗ് എ മലയാളി there. ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് പ്രൗഡ്. സോ സെൻസായി റാഷി, നമ്മൾ ഇവിടെ അയൺ ഫിസ്റ്റ് കരാട്ടെ സെന്ററിൽ ഏതൊക്കെ മാർഷ്യൽ ആർട്ട് ഫോംസ് പഠിപ്പിക്കുന്നുണ്ട്? ബേസിക്കലി കരാട്ടെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മെയിൻലി കരാട്ടെയാണ് നമ്മളത് മെയിനായിട്ട്. കരാട്ടെ നമ്മൾ ചെയ്യുന്നത് ഷോറിൻ റോയ് കരാട്ടെ. നമ്മൾ ശരിക്കും പേര് ഒക്കിനാവ ഷോറിൻ റോയു ഒറിയന്റൽ കുബിറ്റ്സ് അസോസിയേഷൻ. ഇതാണ് കരാട്ടന്റെ ഫുൾ നെയിംസ് നമ്മൾ വരുന്നത്. ഇതാണ് ശരിക്കും ലൈനേജസ് വരുന്നുണ്ട്. നമ്മൾ കരാട്ടന്റെ ബേസിൽ ലൈനേജസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ മെയിൻ ഗ്രാൻഡ് മാസ്റ്റർ തെസ്കോ താക്കാമിയാക്കിയാണ്. തെസ്കോ താക്കാമിയാക്കി ഫ്രം ജപ്പാനിലാണ് നമുക്ക് മെയിൻലി. പിന്നെ അതിന്റെ നമ്മൾ തൊട്ടതായിട്ട് വരുന്ന മാഷാണ് വരുന്നത്. പുള്ളിയുടെ ശിഷ്യനായിട്ട് വരുന്നതാണ് നമ്മളെ ഹാൻഷി KP രവീന്ദ്രൻ. ഇപ്പം ഹാൻഷി ഉള്ളത് ഇപ്പം വയനാട്ടിൽ നമുക്ക് സുൽത്താൻ ബത്തേരിയാണ് അതിന്റെ മെയിൻ ഹെഡ് ആയിട്ട് വരുന്നത്. പുള്ളിയാണ് ഇപ്പൊ ഏഷ്യയിലും അതേപോലെ GCC മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. മൊത്തം ഹാൻഷിയാണ് ഇപ്പൊ മൊത്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഹാൻഷിയുടെ ശിഷ്യനായിട്ട് വരുന്നതാണ് ഞങ്ങളെ മാസ്റ്റർ ആയിട്ടുള്ള ക്യോഷി റഷീദ് വീട്ടി. അതാണ് ഞങ്ങളെ മാസ്റ്റർ ആയിട്ട് വരുന്നത്. ഹാൻഷി രവീന്ദ്ര മാഷായിട്ടുള്ള മാഷ് ജപ്പാനിൽ എത്തിപ്പെടാനുള്ള കാരണവും ജപ്പാനിൽ ഒരു 30 വർഷം ഒരു 97 ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അന്ന് മറ്റേ ട്രഡീഷണൽ മാർഷ്യൽ ആർട്സിനെ പറ്റി ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ശരിക്കും നമ്മുടെ മാഷായുള്ള മാഷായിട്ടുള്ള ഹാൻഷി രവീന്ദ്ര മാഷ് ജപ്പാനിലോട്ട് പോകുന്നത്. ജപ്പാനിലോട്ട് പോകുന്ന വെച്ചാൽ ഹാൻഷിക്ക് വേണ്ടി ഒരു ഇന്റർനാഷണൽ ഒരു കണക്ഷൻ ഒരു മാഷയുടെ കീഴിൽ ഇനി ട്രെയിനിങ് ചെയ്യണം എന്നുള്ള ഒരു അതേ ആഗ്രഹം കൊണ്ടാണ് ഹാൻഷി അവിടെ എത്തുന്നത്, ജപ്പാനിലെത്തുന്നത്. അപ്പം ആ സമയത്താണ് നമ്മളെ തെസ്കോ താക്കാമിയാക്കി എന്ന മാഷ് കണ്ടുമുട്ടുന്നത് ഈ ജപ്പാനിലെ. ഈ മാഷ് തെസ്കോ ഹിസ്റ്ററി ഭയങ്കര ലൈനേജ് വേ ഫോളോയിങ്. സോ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ക്ലബ്ബ് തുടങ്ങുന്ന ഇപ്പോഴും നമ്മൾ അവരുടെ ഫോട്ടോസ് വെക്കുന്നുണ്ട്. നമ്മുടെ ക്ലബ്ബുകളിൽ അവരുടെ ഫോട്ടോസ് മാസ്റ്റേഴ്സ് റെസ്പെക്ടിങ്. സോ നമ്മൾ പഠിച്ചു വരുന്ന സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇതും നമ്മുടെ മാസ്റ്റേഴ്സ് ആണെന്നും ഇവിടെ നിന്നാണ് നമുക്ക് ഇതിങ്ങനെ കിട്ടിയതെന്നും ഇതിൽ നിന്നാണ് ഞങ്ങൾ ഇവൻ നാളെ ഇനി ഞാൻ പഠിച്ചു വരുമ്പോഴും എനിക്ക് എന്റെ ശിഷ്യൻ നമ്മൾ ശിഷ്യത്തിലാണ് വളർന്നു കരാട്ടെ എന്നുള്ള ശിഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സ്പിരിച്വൽ ടച്ചുള്ള പോലെയാണ് നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നത്. കരാട്ടെ എന്നുള്ള സംഗതി ശരിക്കും സ്പിരിച്വൽ പോലെ. അപ്പം നമ്മൾ ലൈനേജ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഹാൻഷി ആണെങ്കിൽ ഹാൻഷി ജപ്പാനിൽ എത്തിപ്പെടുന്നതും ഹാൻഷിക്ക് അന്ന് ഹാൻഷി ശരിക്കും നമ്മൾ ഈ ഷോറിൻ റൂയി എന്നുള്ള സ്റ്റൈല് തെസ്കോ താക്കാമിയൊക്കെ കയ്യിലാണ് ഹാൻഷി ഷോറിൻ റൂയി എന്നുള്ള സ്റ്റൈലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പം അന്നവിടെ എത്തിപ്പെടുന്ന ഒരു ഫംഗ്ഷനിൽ രവീന്ദ്ര മാഷ അവിടെ എത്തിപ്പെട്ടു. എന്നിട്ട് അപ്പം ആ സമയത്ത് ഫംഗ്ഷൻ നടക്കുന്നതാണ്, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് ശരിക്കും എന്ത് പറയുന്നത്, അപ്പൊ ജപ്പാനിൽ ഇത്രയും ഒരു യങ് ആയിട്ടുള്ള ഏജ്, കാരണം അന്ന് തെസ്കോ താക്കാമിയാക്കി വളരെ യങ് ആയിട്ടുള്ള ഏജും പക്ഷെ ഭയങ്കര ആക്റ്റീവായ ഒരു മാസ്റ്ററും. അപ്പം വെച്ചാൽ അതൊരു മാസ്റ്റർ, അപ്പം ഹൈലി സ്കിൽഡ് ആയ ഒരു മാസ്റ്ററാണ് ശരിക്കും തെസ്കോ താക്കാമിയാക്കി എന്ന് പറയുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പം നമ്മൾ ഷോറിൻ റോയ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ഇപ്പം വേൾഡിന്റെ മൊത്തം ഹെഡ് ക്വാർട്ടേഴ്സ് ജപ്പാനാണ് നമ്മളത്. സോ അവിടെ നിന്നാണ് ശരിക്കും ഹാൻഷി രവീന്ദ്ര മാഷ് തെസ്കോ താക്കാമിയൊക്കെ കാണുന്നതും പിന്നെ ഇങ്ങനെ മറ്റേ തമ്മിലൊരു സംസാരം വരുന്നത്. നീ എവിടെ നിന്ന് വെച്ചപ്പോൾ ഇന്ത്യ എന്നാണെന്നും പുള്ളിക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു മിസ്റ്ററി പോലെ എന്ന് പറഞ്ഞത്. തെസ്കോ താക്കാമിയൊക്കെ എന്നത്തെ കണ്ടപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എനിക്കൊരു മിസ്റ്ററി പോലെയാണ്. എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഇന്ത്യനെ പറ്റി ഇപ്പോഴും എനിക്കൊരു മിസ്റ്ററിയാണ്. എന്താണെന്ന് എനിക്ക് അറിയണം, എനിക്ക് വരണം, ഇന്ത്യ വിസിറ്റ് ചെയ്യണം, ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യ വന്ന് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഞങ്ങൾ വായിച്ച് പറഞ്ഞ കേട്ടുള്ള സ്റ്റോറികൾ. അപ്പം പറഞ്ഞല്ലോ എനിക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നും ആ സമയത്താണ് ചോദിക്കുന്നത്. അപ്പം പറഞ്ഞല്ലോ ഇങ്ങനെ എനിക്കിങ്ങനെ ശിഷ്യൻ തെസ്കോ താക്കാമിക്ക് ശിഷ്യനാണെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ളതിൽ പറയുന്നതും പുള്ളിയും അതുപോലെ തന്നെ ഒരു ഇന്ത്യയിലെ ശിഷ്യൻ ഒരു സ്റ്റുഡന്റ് വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന സമയമായിരുന്നു ശരിക്കും. ഒരു മുഹൂർത്തമാണ് ശരിക്കും സംഭവിച്ചത്. അങ്ങനെ പുള്ളിയെ കൊണ്ട് ശരിക്കും ഒരു കാറിലന്ന് കയറ്റിയിട്ട് അദ്ദേഹം ഒരു പാർക്കിലോട്ട് പോലും അവിടെ വെച്ചിട്ട് പുള്ളിക്ക് അന്ന് ഒരു വെപ്പൺസ് നമ്മുടെ കുബിഡോ സായി ഇതൊക്കെ എടുത്തിട്ട് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അന്ന് ആ സമയത്ത്. അങ്ങനെയാണ് പറയുന്നത് സെൻസ് എനിക്ക് എൻ്റെ മാഷായിട്ട് ഞാൻ ശിഷ്യനായിട്ട് മുന്നോട്ട് വരട്ടെ. അങ്ങനെയാണ് ഈ സ്റ്റൈലിൽ നമ്മൾ ഇന്ത്യയോട് എത്തുന്നത്. ഷോറിൻ റോയ് എന്നുള്ള സ്റ്റൈൽ ഞങ്ങൾക്ക് സ്റ്റൈലിൽ എത്തുന്നതും അതിനുശേഷമാണ് ശരിക്കും ഞങ്ങൾ 97ലാണ് സംഭവിക്കുന്നത്. ആ സമയത്താണ് ശരിക്കും നമ്മളെ KP രവീന്ദ്രൻ മാഷ് ഹാൻഷി രവീന്ദ്ര മാഷ്. സോ മാഷ കീഴിലാണ് ശരിക്കും നമ്മളെ എൻ്റെ മാഷായ റഷീദ് മാഷ് ട്രെയിൻ ചെയ്യുന്നത് അവിടെ ചെന്നിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ ഷോറിൻ റോയ് എന്നുള്ള സ്റ്റൈലിലൂടെ നമ്മൾ എത്തിപ്പെടുന്നതും. ഇപ്പം ട്രഡീഷണൽ മാർഷൽ ആർട്സ് ആയിട്ട് ട്രഡീഷണൽ മാർഷൽ ആർട്സ് ഇപ്പം ഇപ്പം നമ്മുടെ മോഡേൺ മാർഷൽ ആർട്സും കൂടെ മോഡേൺ ട്രെയിനിങ് കൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പോൾ പണ്ടത്തെ ട്രഡീഷണൽ മാർഷൽ ആർട്സിൽ ആളുകൾ എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് കാമാണ്, പുറത്തൊന്നുമില്ല, ഒരു ട്രഡീഷണൽ ആയിട്ട് പോകുന്നതാണ്, ട്രഡീഷണൽ ലെവലായിട്ട് മാത്രം പോകുന്നതാണ്. ഇപ്പം നമ്മൾ മോഡേൺ കരാട്ടസിലേക്ക് മാറി തുടങ്ങി. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ മോഡേൺ കരാട്ടസിലോട്ട് മാറി തുടങ്ങി. ഇപ്പം ക്യുമിത്തെ ഫൈറ്റ് ഉണ്ട്. നമ്മളിപ്പം ഇപ്പൊ ഫൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ക്യുമിത്തെ ഫൈറ്റിംഗ് നമ്മൾ കരാട്ടയിൽ പറയുന്നത് ക്യുമിത്തെ എന്നാണ്. പിന്നെ നമുക്ക് കത്ത, ഇതാണ് കത്ത എന്ന് പറയുന്നത് ശരിക്കും ആർട്ട് ഓഫ് കരാട്ടെ എന്നാണ്.
ഓക്കെ. അതാണ് കഥ എന്ന് പറയുന്നത്. അടവുകൾ പോലെ. അടവുകൾ പോലെ നമ്മൾ ഒരേ ടൈമിൽ ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യുന്ന ഓക്കെ. സിസ്റ്റമാണ് കത്താസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മള് And a lot of animal movements. animal movements also there is karate. Karate and kung fu also there is movement. Like even കത്താസിന് നമ്മൾ കഥ എന്ന് പറയുന്നത് അതിനും കത്താസ് എന്നാണ് നമ്മൾ പറയാം. കത്താസിലാണ് ഇത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്, ഓരോ മൂവ്മെന്റ്സിൽ വരുന്നത്. ശരിക്കും നമ്മൾ ഓരോ മൂവ്മെന്റ്സുകൾ ജപ്പാനീസ് നെയിംസ് ആണ് യൂസ് ചെയ്യാറുള്ളത് മൂവ്മെന്റ്സ് എല്ലാത്തിനും. ഈവൻ നമ്മളിപ്പം കത്താസിൽ തന്നെ നമ്മൾ ഈ വാൻസു എന്ന കത്താന്നുണ്ട്. വാൻസു അതിന്റെ മീനിങ് തന്നെ പറക്കുന്ന കുരുവി. ഓക്കെ. അപ്പം അതിന്റെ ഒരു മീനിങ്സ് വരെ അതാണ്. അത്രയും സ്പീഡ് അറ്റാക്ക് മൂവ്മെന്റ്സ് ആണ് അതിൽ വരുന്നത്. അത് ഈ കറങ്ങിയിട്ടല്ല, അത് ശരിക്കും അതിന്റെ ബോഡി മൂവ്മെന്റ്സും അത്രയും സ്പീഡ് ആയിട്ടുള്ള ടെക്നിക്സിലാണ് കത്താസ് അങ്ങനെ വരുന്നത്. അങ്ങനെയാണ് അതിന്റെ ജപ്പാനിൽ നമ്മൾ ഈ കരാട്ടെ പഠിക്കുന്നത് കൂടെ നമ്മൾ ജപ്പാന്റെ ലാംഗ്വേജ്, നെയിംസ് ആൻഡ് ടെക്നിക്സ്. കരാട്ടെ ഈസ് എ വെരി ലൈക്ക് നമുക്ക് ഒരുപാട് നോളജ് തരുന്ന സംഭവമാണ്. ഡീപ്ലി നോളജ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ. നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കും. കാരണം നമുക്ക് ഈച്ച് ആൻഡ് എവറി ഡേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ടതായിരിക്കില്ല നാളത്തെ ടെക്നിക്സ് വരുന്നത് എപ്പോഴും. ഈവൻ എങ്ങനെയാണ് താങ്കളെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്? Still I'm a student. I'm still learning. Yes, I'm learning. Even third dan black belt ആണ്. Even I'm not focusing on the fourth dan. എനിക്ക് ഡാൻസ്, ഈവൻ കരാട്ടയിലെ 10th dan, ബ്ലാക്ക് ബെൽറ്റിലാണ് 10th dan വരെയാണ് നമുക്ക് ഡാൻസ് വരുന്നത്, ഡാനുകൾ. അപ്പം ഈ ഡാൻസിന് ബ്ലാക്ക് ബെൽറ്റിലാണ് ഡാൻസ് വരുന്നത്. അപ്പം നമ്മൾ കളർ ബെൽറ്റിൽ വരുമ്പോൾ ക്യൂ ആവും. അപ്പം ഫസ്റ്റ് ദാൻ ക്യൂ എന്ന പറഞ്ഞാണ് കളർ ബെൽറ്റേഴ്സ് വരുന്നത്. വൈറ്റ് ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവൻ യെല്ലോ ബെൽറ്റ്, ദെൻ ബ്ലൂ ബെൽറ്റ്, ഈവൻ ഡിഫറെന്റ് സ്റ്റൈൽസ്. നമുക്ക് കരാട്ടയിൽ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പം ഷോറിൻ റോയി ഉണ്ട്, ഷോറിൻ കായ് ഉണ്ട്, അതുപോലെ ഷോട്ടോകാൻ കരാട്ടീസ്. ഇതെല്ലാം ഡിഫറെന്റ് ബെൽറ്റ് ഗ്രേഡിംഗിൽ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. കരാട്ടീസ് ആർ സെയിം ഓൾമോസ്റ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഈവൻ മൈ സെൽഫിൽ വരുന്നത് ഇപ്പോൾ ഞാൻ തേർഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഇപ്പം ഞാൻ ഇപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഞാൻ സ്റ്റുഡന്റ്. ഈവൻ ബിക്കോസ് നമുക്ക് അഡൽട്ട് ബാച്ച് ഉണ്ട്, നമുക്ക് സീനിയർ ബാച്ചസ് ഇപ്പോഴും ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെ കൂടെ ഞാൻ പഠിപ്പിക്കുന്ന കൂടെ അവരെ കൂടെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പഠിപ്പിക്കാറ്. ഇപ്പം അവരെ ഈവൻ ഫിസിക്കലി ആണെങ്കിലും സ്ട്രെച്ചിങ് ആണെന്നുണ്ടെങ്കിലും ഈവൻ കാർഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അവരെ കൂടെ ചെയ്തു ഞാൻ എപ്പോഴും. സോ ഐ എം ലൈക്ക് ഞാനത് കൂടെ ചെയ്യുമ്പോൾ ഞാൻ കണ്ട ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ബാക്ക് അടിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ അവർ ഇൻസ്പയർഡ് ആണ്. ഓക്കെ, എനിക്ക് അതുപോലെ എത്തണം, എനിക്ക് അത്ര തന്നെ ചെയ്യണം. ഇവൻ കൗണ്ട് ആണെങ്കിൽ ഇവൻ 10 കൗണ്ട്സ് ഞാൻ ചെയ്യുമ്പോൾ 10 കൗണ്ട് എന്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിന്നുകൊണ്ട് 1 2 3 ജസ്റ്റ് കൗണ്ട് ചെയ്യുമ്പോൾ അവർ ഓക്കെ ഞാൻ കൗണ്ട് ചെയ്യുന്നത് കൂടെ തന്നെ അവരെ കൂടെ തന്നെ ട്രെയിൻ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് അറിയാം ഐ നീഡ് എവറി ടൈം ട്രെയിനിങ്. എനിക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഞാൻ ലിവിങ് ഓൾ ദ ഷൈനായി നിൽക്കുള്ളൂ. കോച്ചിങ് ലെവലിൽ നമ്മൾ എപ്പോഴും നിൽക്കേണ്ട ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. നമ്മൾ ഫിറ്റ് ആകുമ്പോൾ നമ്മളെ സ്റ്റുഡൻസും അയൺ ഫിസ്റ്റ് കരാട്ടെ സെന്റർ, മറ്റ് കരാട്ടെ സെന്റേഴ്സ് ഒരുപാടുണ്ടല്ലോ. നമ്മളെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ഇഫ് ഐ ആസ്ക് വാട്ട് വുഡ് യു സേ? അയൺ ഫിസ്റ്റിന്റെ പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അയൺ ഫിസ്റ്റിൽ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ അവർ ചിന്തിക്കുന്ന അവരുടെ കരിയറാണ്. ജോയിൻ ചെയ്ത കുട്ടിക്ക് ജസ്റ്റ് ഒരു കരാട്ടെ മാത്രം പഠിച്ചു പോകാൻ പറയാം. ആ കുട്ടിക്ക് ഫ്യൂച്ചർ എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ പറ്റണം. ഈവൻ ഞങ്ങളൊരു പാരന്റ്സ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ പറയും കുട്ടി ഞങ്ങൾ ജസ്റ്റ് കരാട്ടെ മാത്രമല്ല പഠിപ്പിക്കുന്നത്, കുട്ടീൻ്റെ ഫ്യൂച്ചർ നോക്കും നമ്മൾ. കുട്ടിക്ക് ഇവൻ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പ് ഇറങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവൻ സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പറ്റുമോ, ഇവിടെ UI നാഷണൽ ടീമിൽ എത്താൻ പറ്റുമോ, അങ്ങനെ ഞങ്ങൾ പുഷ് ചെയ്യും. ഇവൻ സ്മോൾ ഒരു കുട്ടിക്ക് അത്യാവശ്യം സ്കില്ലായി വന്നാൽ ഞങ്ങൾ പാരന്റ്സിനെ അപ്രോച്ച് ചെയ്ത് പറയും ഹി ഹാസ് സ്കിൽ, സോ വി ഗിവ് എക്സ്പീരിയൻസ്. സോ ഈ നീഡ് എക്സ്പീരിയൻസ് വേണം. സോ നമ്മളിപ്പോൾ ചാമ്പ്യൻഷിപ്പിന് നമ്മൾ അവർ എൻട്രി ചെയ്യും. പാരന്റ്സ് പറയും ഞാൻ ആയിട്ടുണ്ടോ, ഇറ്റ്സ് ഓക്കെ. ഇവൻ എക്സ്പീരിയൻസ് വേണം. ഇവന് ഈ റിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ ബൗട്ട് എന്താണെന്നോ അല്ലെങ്കിൽ ഈ ക്രൗഡിനെ എങ്ങനെ ഫേസ് ആണെന്നുള്ളതോ അവൻ ഇപ്പം പഠിച്ചു വരണം. Win or lose is okay. Win or lose is second sportsman spirit എന്നുള്ളതാണ്. Yes. Win or lose ഇതിന്റെ ഭാഗമാണ്. ഞാൻ പാരന്റ്സ് പറയും he has skill, നമുക്ക് ട്രൈ ചെയ്യാം. ജസ്റ്റ് ഒരു കോൺഫിഡന്റ് ആണ്. ഫസ്റ്റ് വിൻ ചെയ്തിലും കുഴപ്പമില്ല, പക്ഷെ അവന് എക്സ്പീരിയൻസ് ആയി. നെക്സ്റ്റ് ടൈം വിൽ കോൺഫിഡന്റ് മോർ. ഇത് താങ്കളുടെ ഓൺ ലൈഫ് എക്സ്പീരിയൻസ് ആണ്? യെസ്, ഓഫ് കോഴ്സ്. ബിക്കോസ് ഞാൻ ഈവൻ നമ്മളെ എന്നെ പഠിപ്പിക്കുന്ന മാഷ് ഇവൻ ക്യോഷി രവീന്ദ്ര റഷീദ് മാഷ് ആണെങ്കിലും മാഷ് നമ്മളോട് പറയും നിങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പിന് പോകണം. ഞാൻ ആദ്യം കൈപ്പൊക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ പൊക്കോട്ടെ. ഇവനൊരു ചാമ്പ്യൻഷിപ്പ് വരുന്ന അറിയുമ്പോൾ ഞാൻ ആദ്യം പറയും പക്ഷെ ഞാൻ പൊക്കോട്ടെ. ഈച്ച് ആൻഡ് എവറി ചാമ്പ്യൻഷിപ്പിന് ഞാൻ ഓക്കെ ആണ്. എനിക്ക് അവിടെ തോറ്റു വിജയിക്കും എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കത് പോകണം, പാർട്ടിസിപ്പേഷൻ ആണ് എന്റെ മെയിൻ തിങ്സ്. ഓക്കെ, എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, ഞാൻ സെക്കൻഡ് തിന്നോളൂ, ജയിച്ചാലും തോലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ചിന്തിക്കാം. അതുപോലെയാണ് എന്റെ കുട്ടികൾ ട്രീറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ക്ലബിലോട്ട് വരുമ്പോൾ പാരന്റ്സിനെ അപ്രോച്ച് ചെയ്യും. സോ നമ്മൾ എന്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് ട്രെയിൻ ചെയ്യുന്നത്. എനിക്ക് ഒരാളെ വേറെ തൊട്ടൊന്നുമില്ല. നമ്മുടെ ടീമിനെയും അങ്ങനെയാണ് ഹാൻഡ് പിക്ക് ചെയ്തത്. യെസ്, നമ്മൾ കോച്ചസ് ആണെങ്കിലും നമ്മൾ കോച്ചുമാരായിരിക്കും വീക്കെൻഡ്സിൽ ട്രെയിൻ ചെയ്യും ഒരുമിച്ചിരുന്നിട്ട്. അതെ, നമ്മൾ സൺഡേസ് ആണെങ്കിൽ സൺഡേ ഈവനിങ് നമുക്ക് ശരിക്കും ആഫ്റ്റർനൂൺ വരെ നമ്മൾ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ കോച്ചുമാരെയും വിളിക്കും. ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്യും. കിക്ക് ബോക്സിംഗ് കരാട്ടെ ആണെങ്കിലും ഒക്കെ ട്രെയിൻ ചെയ്യും, ഒരുമിച്ചിരിക്കും, അപ്ഡേഷൻ നമുക്ക് ഇനി എന്ത് ചെയ്യാം. സോ വാട്ട് ഇസ് സോ എവറി ഹാവ് ഇൻഡിവിജ്വൽ, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ഡേഷൻസ് അവർ പറയാനുണ്ട്. അവർക്ക് അപ്ഡേറ്റ് ഉണ്ടാവും.
അവരവരായ കാര്യങ്ങൾ നമ്മൾ പറയും, ഷെയർ ചെയ്യും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഓക്കെ ദിസ് വൺ. ഓക്കെ, So ഏതൊക്കെയാണ്? karate, kickboxing, swimming, gymnastics, drawing and taekwondo. Swimming ഉണ്ട്? Swimming also we have. Oh, nice. Okay. Yeah, നമ്മൾ സ്വിമ്മിങ് അടക്കം ചെയ്യാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി. Ah. സമ്മർ ക്യാമ്പിലാണ്, സ്പെഷ്യലി സമ്മർ ക്യാമ്പിൽ മാത്രമല്ല ഞങ്ങളിപ്പോൾ Okay. നമ്മളെ പൂള് നമുക്കുണ്ട്, സ്പെഷ്യലി ട്രെയിനേഴ്സ് ഉണ്ട്, സർട്ടിഫൈഡ് സ്വിമ്മിംഗ് ട്രെയിനേഴ്സ് ഉണ്ട് ഞങ്ങൾ Okay. അണ്ടറിൽ. ഞാൻ അവരെ കൊണ്ടുപോയി സ്വിമ്മിംഗ് എല്ലാം പഠിപ്പിക്കുന്നു. ഇത് ക്യാമ്പിലുമായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആണ്. 12 ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് സമ്മർ ക്യാമ്പിലായിട്ട്. Super, that's Yeah. nice. So, Kutis, ladies and gentlemen, for your kind attention, this is Iron Fist Karate Center, and they're having an exclusive summer camp with 12 extraordinary activities. So, come on, what are you waiting for? This is not for any promotional purpose. I am inspired. I'm sure you will have a great time of learning as well. തീർച്ചയായും. So that is Coach Rashi for you. അപ്പോൾ Iron Fist Karate Center അവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആൻഡ് ഹൗ ഡെഡിക്കേറ്റഡ് ദീസ് കോച്ചസ് ആർ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. So grab your opportunity and bring that martial art champion within you. Let it develop and get more experience and expertise. Thank you so much, Coach. Thank you so much for Thank you. inviting us.